എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദേറിയ തനി നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറി 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നെയ്ച്ചോറിന്റെ സൈഡ് ഡിഷ് ആയിട്ടാണ് ഈ ഒരു കറി ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലൊരു വറുത്തരച്ച ചിക്കൻ കറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും വീഡിയോ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോഴേ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി ഒരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. 20 പീസാണ് നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ടത്. ഇതുപോലുള്ള കഷ്ണമാണെങ്കിൽ നമ്മളൊരു 3 പീസാണ് കൂട്ടുന്നത്. വലിയ പീസാണെങ്കിൽ നമ്മൾ 2 കഷ്ണം വെച്ചാണ് കേട്ടോ കൂട്ടുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ 20 പീസാക്കി വെച്ചിട്ടുള്ളത്. അത് ചെറുതും വലുതൊക്കെ ഉണ്ടാകും. ചെറിയ പീസുകളാണെങ്കിൽ നമുക്ക് 3 പീസായിട്ടാണ് കൊടുക്കേണ്ടത്. ഒരു പ്ലേറ്റിൽ വിളമ്പുന്ന അളവാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് കറി ഉടനെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കന്റെ ആ ഒരു ചോര വെള്ളമെല്ലാം 2-3 തവണ കഴുകിയതിന് ശേഷം ഞാനിവിടെ കല്ലുപ്പ് വെള്ളത്തിലിട്ട് മുക്കി വെച്ചിരിക്കുവാണ്. ഇനി ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ മുക്കി വെച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്നെല്ലാം ഊറ്റി മാറ്റി നല്ല പോലെ ഒന്നുകൂടെ 2-3 തവണ കഴുകി അതിന്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ഹോളുള്ള പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഊറ്റി വെക്കണം. ഞാനിപ്പോ കഴുകിയെടുക്കേണ്ട ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്ന മറ്റുള്ള ചേരുവകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിൽ ഒരു വറുത്തരച്ച കറിയാണ് കേട്ടോ. എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ആ ഒരു കറിയാണ്. അപ്പോൾ തയ്യാറാക്കുന്ന ആ ഒരു പാചക രീതി നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ഏതൊരു കറിക്കും സ്വാദ് കൂട്ടുന്നത് അതിലേക്ക് ചേർക്കുന്ന കൊച്ചുള്ളിയാണ് കേട്ടോ. 200 ഗ്രാം അളവിലാണ് ഞാനിവിടെ കൊച്ചുള്ളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 4 ചെറിയ സവാളയാണ് കേട്ടോ. സവാള ഇത്രയും തന്നെ മതിയാകും. ഇതൊരു 2 കിലോ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനുള്ള ഗ്രേവിക്കുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇനി വേണ്ടത് ഇതുപോലെ ഒരു 4 ബോൾ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയുടെ അളവ് എപ്പോഴും കുറവായിരിക്കണം. അതുപോലെ വെളുത്തുള്ളിയുടെ അളവ് എപ്പോഴും കൂടുതലായിരിക്കണം. ഇനി വേണ്ടത് ഒരു 5-6 പച്ചമുളക് വേണം. ഇനി സവാളയും കൊച്ചുള്ളിയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് തോലെല്ലാം പൊളിച്ചതിന് ശേഷം ഒന്ന് ചതച്ചുകൂടെ വെക്കണം. ഇത്രയും കാര്യങ്ങളായാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഗ്രേവി ഒന്ന് തയ്യാറാക്കണ്ടേ. അതിനായിട്ടുള്ള ചേരുവകൾ കൂടെ നമുക്കൊന്ന് എടുത്ത് വെക്കാം. നമ്മളൊരു ഓർഡറൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നല്ല ഗ്രേവി വേണം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. നാളികേരം ഒരു വലിയ നാളികേരം മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വറുത്തെടുക്കേണ്ട നാളികേരമാണ്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നിങ്ങൾ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഒന്ന് എടുത്ത് വെക്കണം. മസാലകൾക്കായിട്ട് 2 സ്പൂൺ അളവില് മല്ലി, മുഴുവൻ മല്ലി. നിങ്ങളുടെ കൈവശം മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ 2.5 സ്പൂൺ അളവില്, സ്പൂൺ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, 2.5 സ്പൂൺ അളവില് മല്ലിപ്പൊടി എടുക്കാവുന്നതാണ്. മല്ലി എടുത്തു കഴിഞ്ഞാൽ അത് 1/4 സ്പൂണാണ് കേട്ടോ. കണ്ട, ഒരു സ്പൂണിന്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് 1/2 സ്പൂൺ അളവില് പെരിഞ്ജീരകം 1/2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 5 മില്ലി. ഇത് നമ്മൾ എടുത്തേക്കണ 2 സ്പൂണാണ്, 20 മില്ലി. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. നിങ്ങളുടെ കൈവശം വറ്റൽമുളക് ഇല്ലെങ്കിൽ 2 സ്പൂൺ അളവില് മുളക് പൊടി എടുത്താൽ മതിയാകും. ഇതൊരു 15 വറ്റൽമുളകാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങളായാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. നിങ്ങളുടെ കൈവശം കശകശ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ കാഷ്യൂസ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അതും ചേർക്കാം. അതൊക്കെയാണ് നമ്മുടെ കാറ്ററിംഗുകാർ ചേർക്കുന്ന സീക്രട്ടുകൾ. കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു 10ഓളം ഏലക്ക നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. 7 ഗ്രാമ്പു, ഒരു ചെറിയ ബേ ലീഫ്, ഒരു ജാതിപ്പൂ, പിന്നെ ഒരു സ്റ്റാർ വേണം കേട്ടോ. അതെ, സ്റ്റാറിന്റെ ഇതിന്റെ ഉള്ളിൽ ഭാഗത്ത് നിന്നും ഈ ഒരു കുരു നീക്കം ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. തക്കോലത്തിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു കഷ്ണം കറുവപ്പട്ട ഞാനിവിടെ 4 പീസായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒട്ടും വൈകിക്കണ്ട, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത് ശേഷം നമ്മൾ ചിക്കൻ കറിയുടെ പാചകം തുടങ്ങിയാൽ മതിയാകും. അപ്പോഴേക്ക് ഇതിന്റെ ചൂടാറി കിട്ടുമ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൂടെ വെക്കാം. നാളികേരം വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ മുളകൊന്ന് മാറ്റി വെക്കണേ. മുളക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കണ്ടോ, എല്ലാം ചേർത്തിട്ടുണ്ട്. നാളികേരൊക്കെ കിട്ടാത്ത നാട്ടിലാണെങ്കിൽ നമ്മൾ കാണിച്ച മസാലകൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ട് ആ മസാലകളൊന്ന് അരച്ചു വെച്ചാൽ മതി കേട്ടോ. വറുത്തെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ പൊടിയാണെങ്കിലോ മല്ലിപ്പൊടി ആണെങ്കിലോ
അത് നല്ലപോലെ ഒന്ന് ചട്ടിയുടെ ചെറിയ ചൂടിലിട്ട് ഒന്ന് വറുത്തിട്ട് അരച്ച് വെക്കുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഒക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് വെക്കണേ. ഇപ്പം നമ്മുടെ നാളികേരം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കാണിച്ച മുളക് ചേർക്കാം. മുളക് ചേർക്കുമ്പോഴേ ഒന്നൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിലൊന്ന് മുരിഞ്ഞ് കിട്ടും. മുളകും ചേർത്ത് നല്ലതുപോലെ വീണ്ടും വറുത്തെടുക്കാം. നാളികേരം ഒന്നും കൂടെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില കേട്ടോ, കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10-15 കാഷ്യൂ കൂടെ ചേർക്കാം. കാഷ്യൂ ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ അത് പ്രത്യേക ഒരു സ്വാദ് കൂടെ ഈ ഒരു കാഷ്യൂ നമ്മുടെ കറികൾക്ക് നൽകും. ഞാൻ പറഞ്ഞല്ലോ കശ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ചേർക്കണമെന്ന്. ഈ ഒരു സമയത്ത് നാളികേരമൊക്കെ ഈ മുരിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിലാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാളികേരം ഇതുപോലെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൂടെ എടുത്ത് വെക്കണം. അരച്ചോ പൊടിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ നാളികേരം ഒന്ന് ചുവക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നുള്ള് സജീരകം, ഇത്ര കറുപ്പ് കൂടിയ ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ചേർക്കുവാണെങ്കിൽ ഈ ഒരു ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് സമയത്ത് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഒന്നുകൂടെ നല്ലോണം മൊരിയിച്ചെടുക്കുവാണ്. ഈ ഒരു സമയം വരെയും ഞാൻ ഫ്ലെയിംസ് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ നാളികേരമൊക്കെ ചുവക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി മുരിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് അരച്ചും കൂടെ വെക്കാം. അരപ്പ് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് കറിയുടെ പാചകം തുടങ്ങാം. കറി തയ്യാറാക്കി എടുക്കാനുള്ള മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കടുക് ചേർക്കാം. ഇനി കടുക് നല്ലോണം പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 3-4 ഉലുവ കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവയും നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില കൂടെ ചേർക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മുരിയിച്ചെടുക്കുമ്പോൾ ആദ്യം ചേർത്ത് വഴറ്റിയാൽ ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ കറിച്ചട്ടിയിലല്ല ഏതു പാത്രത്തിലായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമേ മുരിയിക്കുവാണെങ്കിൽ ഇതൊന്നും അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് മസാലകൾ വഴറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കാണിച്ച കൊച്ചുള്ളിയും സവാളയോ കേട്ടോ ഞാനൊരു ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ നമുക്ക് ചേർത്ത് വഴറ്റണം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഉള്ളിയും സവാളയും ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. സവാളയും ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വരണം. അതുവരെയാണ് നമുക്കൊന്ന് മുരിയിച്ചെടുക്കേണ്ടത്. എളുപ്പത്തിലൊന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുവാണ്. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഉള്ളിയെല്ലാം വഴറ്റാൻ തുടങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റായി വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടിയും ഈ ഒരു ഉള്ളിയെല്ലാം ചേർത്ത് ഒന്നുകൂടെ നമുക്ക് മുരിയിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടിക്ക് കളർ മാത്രമാണോ കിട്ടുക, അതുപോലെ ഈ മുളക് പൊടിക്ക് ഒരു തരി പോലും എരിവ് ഉണ്ടാവില്ല. മുളക് പൊടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി മുരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പച്ചമുളക് പിളർക്കാതെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലോണം തന്നെ നമുക്കൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. അങ്ങനെ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചൊന്ന് മുരിയിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ പീസുകൾ ചേർത്താൽ ചിക്കനും മസാലയും എല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം.
മൺചട്ടി ആയതുകൊണ്ട് കഷ്ണങ്ങളൊന്ന് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നല്ല പോലെ തന്നെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ ഒരു മുളക് പൊടിയെല്ലാം ചിക്കനിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. ഒന്ന് നിരത്തിയും കൂടെ വെച്ചു കൊടുക്കണം. അപ്പൊ താഴെ ഭാഗമൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി ചേർക്കുവാണ്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറിച്ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വാടി വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിലിരുന്ന് കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. അതിനുശേഷം ഒന്നുകൂടെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണോട്ടോ ഇതുപോലെ മൂടിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ കഷ്ണങ്ങൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ നാളികേരം വറുത്തെടുത്തിട്ടുള്ള അതേ പാനിൽ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും കഷ്ണങ്ങളൊന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി തുറന്ന് അടിച്ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ അടിച്ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കണം. ഇതുപോലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അരച്ചതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് കുലുക്കിയെടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തിട്ട് കഷ്ണങ്ങൾ നല്ലതുപോലെ ഗ്രേവിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ മൂടി വെച്ച് കൊടുക്കുകയാണ്. നമുക്കിനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നല്ലോണം തിളച്ച് വന്നിട്ടുള്ള കറി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ വേവായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിരുന്ന് വെന്ത് വന്നിട്ടുള്ള കറി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറി ഇപ്പോ നല്ല പോലെ ചാറുണ്ട്. ഈ ഒരു ചാറോടുകൂടി തന്നെയാണ് കേട്ടോ നമുക്ക് വെക്കേണ്ടത്. കാരണം ഈ കറി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഉരുകി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ചാറോടുകൂടി തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഈ ഒരു സ്പെഷ്യൽ മസാലപ്പൊടിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഒന്നുകൂടെ കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തനി നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നല്ല ചൂട് നെയ്ച്ചോറിനൊപ്പം സെർവ് ചെയ്യാനായിട്ട് ഈ ഒരു കറി തന്നെ മതിയാകും. ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറിക്ക് ഞാൻ ഇവിടെ സൈഡായിട്ട് ചെയ്തിട്ടുള്ളതും നെയ്ച്ചോറ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കറിയുടെ ചൂടാറിയതിനു ശേഷം കറി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുപോലെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും കാത്തിരിക്കുക.